ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുത്തശ്ശി ഉള്ളിലോട്ട് കയറി വരുവാണ്. എന്നിട്ട് എല്ലാവരെയും വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. വേദയോട് പറയുന്നുണ്ട് വിക്രത്തിനെ വിളിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ നന്ദിനിയുടെ അടുത്ത് പറയുന്നുണ്ട് വിനായകനെ വിളിക്കാൻ. അതുപോലെ ശ്രീജേൻ്റെ അടുത്ത് വിശ്വത്തിനെ വിളിക്കാനും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധാകരനെ മുത്തശ്ശി തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടാണ് സുധാകരൻ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ വിക്രത്തിനെ വിളിക്കും. വേദ പോയിട്ട് വിക്രം 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 എന്ന് കുറേ പ്രാവശ്യം വിളിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ വിക്രം ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് മൊബൈലിൽ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി കേൾക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ ഇങ്ങനെ വിക്രം വിക്രം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന് പേരാണോ വിളിക്കുന്നത്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് വരുവേ. അപ്പോഴത്തേക്കിനും വേദന വഴക്ക് പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നന്ദിനിയൊക്കെ വെളിയിലോട്ട് വരുന്നുണ്ട്. അപ്പം നന്ദിനി വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ആരും വരണ്ട, ഞാൻ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വെളിയിലോട്ട് വരും കേട്ടോ. നീ അവനെ പേരാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുവേ. അന്നേരം എന്താ പിന്നെ എങ്ങനെ മുത്തശ്ശി വിളിക്കേണ്ടതെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും അങ്ങനെ പേര് വിളിച്ചാലും അതിലൊരു സ്നേഹം ഉണ്ടാവണം, ആ സ്നേഹത്തോടു കൂടി വിളിക്കണമെന്ന് പറയുവേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ ഭർത്താക്കന്മാരെ പേര് വിളിക്കത്തില്ലായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് ശ്രീരംഗഭദ്രൻ എന്നായിരുന്നു. അപ്പം ഞാൻ സ്നേഹത്തോടെ ശ്രീന്ന് വിളിക്കും. പിന്നെ അവിടെയുള്ള നാട്ടുകാരെല്ലാം ഭർത്താവിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ പത്മനാഭന് പീന്നും സുധാകരന് സൂന്നും ഒക്കെ വിളിച്ചു തുടങ്ങി. അതുപോലെ അപ്പം നമ്മുടെ വേദ പറയേ വിക്രമിൻ്റെ സ്ഥാനത്ത് വീന്ന് വിളിക്കാൻ രസമില്ല അച്ഛമ്മ എന്നൊക്കെ പറയേ. അത് ശരിയാ, അങ്ങനെ വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ക്രൂ അങ്ങ് ചേർത്തോ, അപ്പം വിക്രൂന്ന് ഇങ്ങനെ വരും കേട്ടോ. അപ്പോഴത്തേക്കിന് വേദ വീണ്ടും നിന്നിട്ട് വിക്രൂന്ന് വിളിക്കുവേ. 2-3 പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ ഇവള് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കഥ തുറന്നിട്ട് എന്താടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയുടെ മുഖത്തോട്ടാണ് വിക്രം നോക്കുന്നത്. അവക്കല്ല വേണ്ടത്, നിന്നെ എനിക്കാ വേണ്ടത്, ഞാനാ വിളിപ്പിച്ചത് എന്നിങ്ങനെ പറയുവേ. അങ്ങനെ എല്ലാവരും കിച്ചണിനുള്ളിൽ വന്നു എന്ന് മനസ്സിലായി കഴിയുമ്പം സുധാകരൻ്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ അച്ഛമ്മ പറയേ, എല്ലാവരും 2 ദിവസത്തേക്കിന് ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തോളൂ. അപ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ വാ പൊളിക്കുക. അന്നേരം മുത്തശ്ശി പറയുക, നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് തറവാട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കിനും സുധാകരൻ വന്നിട്ട് പറയാം, അമ്മ എന്തായി പറയുന്നത്, എല്ലാവരും കൂടെ നമ്മളിപ്പോൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുക. അന്നേരം മുത്തശ്ശി മുഖത്ത് നോക്കിയിട്ട് പറയുക, നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടന്നാലേ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സുധാകര. മൂത്ത 2 പേരുടെയും കാര്യത്തിൽ അത് സംഭവിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം സുധാകരൻ ഇങ്ങനെ നമ്മുടെ കനകനെ നോക്കുവേ. എന്നിട്ട് മുത്തശ്ശി വിക്രത്തിൻ്റെയും വേദത്തിൻ്റെ അടുത്ത് വന്നിട്ട്, മക്കളെ നിങ്ങൾ 2 ആളും കുടുംബക്ഷേത്രത്തിൽ വന്നിട്ട് മാലയിടണം എന്ന് പറയുവേ. പ്രാർത്ഥിച്ച് വഴിപാടും കഴിച്ച് ഒരു ദിവസം തറവാട്ടിൽ താമസിച്ചിട്ട് തിരിച്ചു പോരാം. അപ്പം നമ്മുടെ വിക്രം പറയുവേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛമ്മ എന്നിങ്ങനെ പറയേ. നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, മോനെ വിക്രു, ഞാൻ നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല, പറഞ്ഞത് അനുസരിക്കാനേ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയുവേ. ഇനി അതൊന്നും നടക്കില്ല അമ്മ എന്നിങ്ങനെ സുധാകരൻ പറയുമ്പം അമ്മ ഇങ്ങനെ കൈയൊക്കെ മേലെ കയറ്റി വെച്ചിട്ട് സുധാകരൻ മുന്നിൽ വന്നു നിന്നിട്ട് പറയുവേ, തീരുമാനിച്ചത് ഞാനാ സുധാകരൻ്റെ അമ്മ, തീരുമാനിച്ചതൊന്നും നടക്കില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നിങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുവേ. പിന്നെ ഇവിടെ നിന്ന് പോകുന്ന വണ്ടിയുടെ ചിലവ്, യാത്രാ ചിലവ്, തറവാട്ടിലെ സദ്യ, പൂജ എല്ലാം എൻ്റെ വകയായിരിക്കും. അപ്പം നമ്മുടെ വിനായകനും വിശ്വനും ഇങ്ങനെ അത് കൊള്ളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ കാശിനെ കുറിച്ചൊന്നും ഓർത്ത് ആരും ബുദ്ധിമുട്ടേണ്ട എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. വിനായക, എന്താ അച്ഛമ്മേ എന്ന് പറഞ്ഞിട്ട് വിനായകൻ വരുവേ. നാളെ രാവിലെ കൃത്യസമയത്ത് തന്നെ വണ്ടി ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുവേ. എന്നിട്ട് പിന്നെ വിശ്വൻ്റെ അടുത്ത്, വിശ്വ ഇങ്ങോട്ട് വാ എന്ന് പറയും. എന്താ അച്ഛമ്മ എന്ന് വിളിച്ച് വരുവേ. പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമങ്ങളും അതുപോലെ വെള്ളവും സകല സാമഗ്രികളും എടുത്തു വെക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്, നീ അത് വൃത്തിയാവണ്ണം ചെയ്യണമെന്ന് പറയുവേ. എന്നിട്ട് നന്ദിനിന്ന് വിളിക്കുക. എന്താ അച്ഛമ്മയും ചോദിക്കുക. ടൂർ പോകുമ്പോൾ തൊട്ടുള്ള സകല കാര്യങ്ങളും നന്ദിനി വീഡിയോയിൽ എടുക്കണം, എനിക്ക് അടുത്ത ആഴ്ച സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാ എന്നിങ്ങനെ പറയുവേ. എന്താ ചെയ്യില്ലെന്ന് ചോദിക്കുവേ. ചെയ്യാം മുത്തശ്ശി എന്ന് പറയേ. എന്നാൽ എല്ലാവർക്കും പോകാം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും എല്ലാവരും പോവുകയെ. ലാസ്റ്റ് സുധാകരൻ മാഷും പോവുകയെ. പിന്നെ നമ്മുടെ വേദ ഇങ്ങനെ പാലും ഒക്കെ ആയിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാണ്. എന്നിട്ട് ഇങ്ങനെ റൂമിലോട്ട് കടന്നു വരുന്നതും ഹലോ എന്ന് വിളിക്കുവേ. ഹലോ എന്ന് വിളിച്ചപ്പോഴത്തേക്കിന് നമ്മുടെ വിക്രം ഇങ്ങനെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് ഹലോ എന്ന് വിളിക്കുമ്പോഴത്തേക്കിനും നോക്കത്തില്ലേ, മിസ്റ്റർ വെട്ടുപോത്തേന്ന് വിളിക്കുമ്പോഴത്തേക്കിനും നോക്കിയിട്ടൊരു ചിരിയൊക്കെ കൊടുക്കുവേ. എന്നിട്ട് പാല് വെച്ച് കഴിഞ്ഞിട്ട്, അയ്യോ ഞാൻ അച്ഛമ്മ പുതിയ പേര് തന്ന കാര്യം മറന്നുപോയി. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ താടിക്ക് കൊടുത്തിട്ട് വേദം ഇങ്ങനെ വിളിക്കുകയെ വിക്രൂന്നിങ്ങനെ വിളിക്കും കേട്ടോ. എന്നെ പരിഹസിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. അയ്യോ അങ്ങനല്ല, സ്നേഹം കാണിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കണമെന്നാണ് നിങ്ങളുടെ അച്ഛമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുവേ. നീ നോക്കിക്കോ, ആ തള്ള ഇവിടുന്ന് പോവുമല്ലോ, അതിനുശേഷം നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ടേ.
അയ്യോ, നിങ്ങളുടെ അച്ഛമ്മേനെയാണോ ഇങ്ങനെ വിളിക്കുന്നത്? അത് നിങ്ങളോട് ഇത്രയും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ള ആളിനെ. വിക്രു സ്നേഹത്തോടെ അച്ഛമ്മേനെ തള്ളേന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ ചെന്ന് പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുവേ. വേണ്ട, നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടെന്ന് ആ പാവം വേദനിക്കും. എന്നിട്ട് പോയിട്ട് പാലെടുത്ത് വിക്രത്തിന് കൊടുക്കുവേ. പാലോ? ഇതെന്താ പുതിയൊരു ഏർപ്പാടെന്ന് ഇങ്ങനെ ചോദിക്കുവേ. ഇതേ എൻ്റെ ഏർപ്പാടല്ല, ആ തള്ളേന്ന് പറഞ്ഞ് നിങ്ങളെ അധിക്ഷേപിച്ച് വിട്ടില്ലേ, അവർ തന്നതാണ്. കൊണ്ടുപോയി തള്ളയുടെ തലയിൽ ഒഴിക്കാൻ പറയും ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവുക. അപ്പോഴത്തേക്കും എടി എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കയ്യെ പിടിച്ച് തിരിച്ച് വലിക്കുവേ. ഡിയർ ഫ്രണ്ട്സ്, ചിരിക്കേണ്ട മുഹൂർത്തങ്ങളാണ് ഉണ്ടാവുന്നത്. നീ ഇതുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിക്രം തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ പറയും, നിങ്ങളല്ലേ ഇതുകൊണ്ട് തള്ളയുടെ തലയിൽ ഒഴിക്കാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ തലയിൽ ഒഴിക്കാൻ പോയതാണ് എന്നിങ്ങനെ പറയുവേ. അപ്പോൾ പിന്നെ ഞാൻ പോയി ഒഴിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയേ. നിനക്ക് വലിയ അനുസരണയാണല്ലോ, ഇങ്ങിതാ ഞാൻ കുടിക്കാം എന്നിങ്ങനെ പറയുക. എന്നിട്ടിങ്ങനെ വേദ വീണ്ടും പറയേ, വേണ്ടാന്നേ ഞാൻ തന്നെ തലയിൽ ഒഴിക്കാന്ന് പറയുവേ. ഇങ്ങിതാന്നും പറഞ്ഞ് തട്ടിപ്പറിച്ച് മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി പോയിക്കൂടെയും ചോദിക്കുക. എന്നിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങും കേട്ടോ. എന്നിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് പറയേ, നാളത്തേക്കിന് വേണ്ടിയിട്ട് വല്ലതും പാക്ക് ചെയ്യാനുണ്ടോ, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാന്ന് പറയേ. നീ ദയവ് ചെയ്ത് നാളെ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാതിരിക്കാവോ എന്നിങ്ങനെ ചോദിക്കുവേ. അയ്യടാ, പരിപാടിയുടെ പ്രധാന അട്രാക്ഷൻ ഞാനായിരിക്കുമ്പോൾ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് അടിച്ചു പൊളിച്ച് വരാന്നേ. എന്താണേലും ശ്രീനിവാസിൻ്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ മാലയിട്ടു. അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് തറവാട്ടമ്പലത്തിൽ പോയിട്ട് അവിടെ ഒന്നിടാം, അതും കിടക്കട്ടെ എന്നേ കഴുത്തിൽ എന്നിങ്ങനെ പറയുവേ. ഇനിയും എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നിങ്ങനെ വേദ പറയുവേ. അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് വാതിലിൻ്റെ അവിടെ എത്തുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പാൽ കുടിക്കും കേട്ടോ. ആ പാൽ കുടിക്കുന്ന കറക്റ്റ് സമയത്തിന് വിക്രൂന്ന് വിളിക്കുവേ. അപ്പം നമ്മുടെ വിക്രു ഇങ്ങനെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് വിക്രു എന്ന് കേട്ടപ്പോഴത്തേക്കിനും ഒന്ന് ചുമക്കും കേട്ടോ. ഇറങ്ങിപ്പോടി ഇവിടുന്ന് പറഞ്ഞയക്കുവേ. പിന്നെ നമ്മുടെ മാഷ് കുളിച്ചിട്ട് വരികയാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ കമലമ്മ രാത്രി കഴിക്കേണ്ട മരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സുധാരൻ മാഷ് പറയുന്നുണ്ട്, രാത്രി കഴിക്കേണ്ട മരുന്ന് ഡോക്ടർ മാറ്റി എഴുതിയിട്ടുണ്ട്, ആ കവറിൽ കാണും എന്ന് പറയുക. അപ്പോൾ അത് കഴിച്ചു എന്ന് പറയുവേ. ഇടയ്ക്ക് മരുന്ന് നിർത്തണ്ട, ആർത്രൈറ്റിസിൻ്റെ പെയിന് ലൈഫ് ലോങ് നിൽക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് പോകും, മാഷ് കിടന്നോളൂ എന്ന് പറയുവേ. അമ്മ അനാവശ്യമായിട്ട് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേന്നിങ്ങനെ മാഷ് വൈഫിൻ്റെ അടുത്ത് പറയുവേ. വിക്രമിൻ്റെയും ആ കുട്ടിയുടെയും കാര്യത്തിൽ അമ്മ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ അമ്മയെ എന്നിങ്ങനെ പറയുക. അന്നേരം മാഷ് പറയും, അത് തന്നെ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നവും. നിനക്കറിയാലോ, ഞാൻ അമ്മയുടെ അടുത്ത് ഇതുവരെ നുണയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വിക്രമിൻ്റെ കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് സത്യം പറയാനായിട്ട് തോന്നുന്നുമില്ല. അശോട് എന്താ അമ്മ ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കുക കമലമ്മ. അന്നേരം പറയും, നിൻ്റെ മോനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ അതിനെപ്പറ്റി എന്നോട് എന്താ ഒന്നും പറയാതിരുന്നത്? ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പോയില്ല എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ കമലമ്മയും പറയുക, എന്നോടും അങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ ചോദിച്ചത്, ഞാനും ഒന്നും പറയാൻ പോയില്ല. ഇവിടെ ഒരു പ്രാവശ്യം നന്ദിനി എല്ലാം കൂടെ സത്യം എല്ലാം കൂടെ പറയാനായിട്ട് ഒരുങ്ങിയതാണ്. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അത് ഒഴിവാക്കി വിട്ടു, അല്ലെങ്കിൽ എപ്പോഴേ അമ്മ സത്യം അറിഞ്ഞേനെ. നമ്മൾ ചെയ്യുന്നത് സത്യമാണോ കമല? നാളെ അമ്മ രണ്ടുപേരെയും കൂടെ കൂട്ടിയിട്ട് തറവാട്ട് അമ്പലത്തിൽ പോയിട്ട് മാലയൊക്കെ ഇടിപ്പിക്കാൻ പോവുകയാണ്. കുറേ കഴിഞ്ഞാണ് അമ്മ ഇതൊക്കെ അറിയുന്നതെങ്കിൽ പിന്നെ പ്രശ്നമാവില്ലേ? മാഷ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ കുട്ടി വിക്രമിനെ വിട്ടു പോകുമെന്നാണോ എന്നിങ്ങനെ കമലമ്മ ചോദിക്കുവേ. അല്ലാതെ അവനെപ്പോലുള്ള ഒരുത്തിൻ്റെ കൂടെ അവസാനിക്കേണ്ടതാണ് ആ കുട്ടിയുടെ ജീവിതം എന്നിങ്ങനെ മാഷും ചോദിക്കുവേ. ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ മാഷേ എന്നിങ്ങനെ കമലമ്മ ചോദിക്കുവേ. ആ കുട്ടി അവന് നാളെ മുതൽ ഒന്നിച്ച് ജീവിക്കാനുള്ളവരാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മാഷേ. അങ്ങനെയാണ് അവൻ്റെ ജീവിതം നന്നാകാൻ പോകുന്നതെങ്കിൽ അത് നമ്മളായിട്ട് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുവേ. അമ്മയോട് സത്യം പറയാത്തതിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ആ കുട്ടി ഇങ്ങോട്ട് വന്നു കയറിയ സമയത്താണ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സത്യം പറയുമായിരുന്നു. പക്ഷേ ആ കുട്ടി ഇപ്പോൾ അവനുമായിട്ടും ഈ വീടുമായിട്ടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു മാഷേ. അത് തന്നെയല്ല, പ്രായപൂർത്തികളായ കുട്ടികളല്ലേ അവർ. അവർക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഇടം കോലിടേണ്ട കാര്യമില്ലല്ലോ. മാഷ് കിടന്നുറങ്ങാൻ നോക്കുക. ഇനി സത്യം മനസ്സിലായാലും അമ്മ ഒന്നും പറയാൻ പോകുന്നില്ല. അമ്മയ്ക്ക് വേദയെ അത്രയ്ക്കിഷ്ടമായി. നിങ്ങൾക്കറിയാലോ, അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളതും ലാളിച്ചിട്ടുള്ളതും എല്ലാം വിക്രമിനെയാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല കുട്ടി വന്നു കയറുന്നതിൽ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അവളുടെ വീട്ടുകാരെക്കുറിച്ചൊന്നും അമ്മ ചോദിച്ചില്ലേ എന്നിങ്ങനെ പറയുവേ. മാഷേ ചോദിച്ചു, അവരുടെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞു. പക്ഷേ വേദ എന്തൊക്കെയോ പറഞ്ഞ് അതങ്ങ് മാറ്റി. അത് നന്നായി. അമ്മ അവിടേക്ക് പോയെന്നല്ലേ അപമാനിക്കപ്പെടുകയുള്ളൂ. അതാ കുട്ടിക്കും അറിയാം മാഷേ. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു അവസരം ആ കുട്ടി ഒഴിവാക്കിയത്.
അതാ ഞാൻ പറഞ്ഞത്, ഈ വീട്ടിൽ വിക്രത്തിനെ മാത്രമല്ല ഈ വീടിനെയും അവൾ കാണുന്നത് സ്വന്തമായിട്ട് തന്നെയാണ്. ഇനി നമ്മളായിട്ടൊന്നും ഒന്നിനും നിൽക്കേണ്ട മാഷേ എന്നിങ്ങനെ പറയേ. എന്നിട്ട് നമ്മുടെ മാഷ് പറയുന്നുണ്ട്, പലപ്പോഴും ആ കുട്ടിയോട് ഞാൻ ഗൗരവത്തോടെ പെരുമാറുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അറിയാതെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതും മനസ്സിന് വേദനയായിട്ട് മാറുമെന്ന് അറിയാവുന്നതുള്ളത് കൊണ്ട് തന്നെയാണെന്ന് പറയേ. പിന്നെ നാളെ തറവാട്ടമ്പലത്തിൽ പോയി മാല ഇട്ടതുകൊണ്ടും നമ്മുടെ അമ്മ പറയുന്ന മണ്ടത്തരത്തിന് കൂട്ടുനിന്നത് കൊണ്ടും ആ കുട്ടി നമ്മുടെ വീടിൻ്റെ ഭാഗമായി മാറിയെന്ന് വിചാരിക്കല്ലേ കമല എന്നിങ്ങനെ പറയുവാണേ. അവൻ ഇപ്പോഴും അത് അർഹിക്കുന്നില്ല എന്നിങ്ങനെ മാഷ് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. നീ കിടന്നു, അമ്മയുടെ താളത്തിനൊപ്പിച്ച് തുള്ളാൻ നിൽക്കേണ്ടതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് കിടക്കാൻ ഒരുങ്ങി. അപ്പോഴത്തേക്കിനും നമ്മുടെ കമലമ്മ വിളിക്കുകയെ മാഷേന്ന് വിളിക്കുവേ. ഇത്രമാത്രം നെഗറ്റീവായിട്ട് എന്തിനു ജീവിതത്തെ കാണുന്ന മാഷേന്ന് ചോദിക്കുവേ. ഈ പ്രായത്തിലും എത്ര സിമ്പിളായിട്ടാണ് അവർ കാര്യങ്ങൾ അംഗീകരിക്കുന്നതും മനസ്സിലാക്കുന്നതും. അതിനും കാരണമുണ്ട് കമല. ഞാനും ഗംഗാധരനും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അമ്മയുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് നിന്നിട്ടുള്ളൂ. ഒരിക്കലും ഞങ്ങളെ പ്രതി നമ്മളുടെ അമ്മയുടെ തല താഴെ എഴുതുന്നേ എന്നേ ഞങ്ങളും വിചാരിച്ചിട്ടുള്ളൂ. ഞങ്ങളെ പ്രതി അമ്മയുടെ ശിരസ്സെന്നും ഉയർന്നേ നിന്നിട്ടുള്ളൂ. അഭിമാനത്തോടു കൂടിയേ അമ്മയ്ക്ക് നാട്ടുകാരെ നോക്കേണ്ടിയും വന്നിട്ടുള്ളൂ. ആ ഭാഗ്യം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നമ്മുടെ മാഷ് കിടക്കുവാണേ. പിന്നെ നമ്മുടെ അച്ഛമ്മ രാത്രിയിൽ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് വരുക കേട്ടോ. ജഗ്ഗിനകത്ത് വെള്ളമില്ലായിരുന്നേ. അപ്പോൾ ഇങ്ങനെ കമലേന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ വേദ എണീച്ചിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കിന് മുത്തശ്ശി കാണുവേ. ഇവള് കൊച്ചിവിടെയാണോ, വേദ ഇവിടെയാണോ കിടക്കുന്നത്, മോൾ ഇവിടെയാണോ കിടക്കുന്നതെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിന് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിണങ്ങിയിട്ട് ഇവിടെ വന്ന് കിടക്കുവാണോ, നാളെ മാല ചാർത്താനുള്ള കുട്ടികളല്ലേ നിങ്ങളിങ്ങനെ ചെയ്യാവോ എന്നിങ്ങനെ ചോദിക്കുവേ. അതെല്ലാം മുത്തശ്ശി പിണക്കൊന്നും ഇല്ലെന്ന് പറയേ. പിന്നെ എന്താ വഴക്കടിച്ചിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവേ. എന്നിട്ട് മുത്തശ്ശി അവിടുന്ന് പറയുവേ, എണീക്കാൻ പറയേ. വേഗം എണീക്ക് എന്ന് പറയും കേട്ടോ. എണീച്ചിട്ട് ആ കോസലയും തലേനെല്ലാം ചുരുട്ടി എടുക്ക് പെണ്ണേ എന്നിങ്ങനെ പറയുവാണേ. എന്തിനാ അച്ഛമ്മയെന്ന് ചോദിക്കും കേട്ടോ. ആദ്യം നീ പറഞ്ഞത് കേക്ക് എന്ന് പറയുവേ. ഇനി എൻ്റെ കൂടെ വാന്ന് പറയേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ഇങ്ങനെ തല താഴ്ത്തിയിട്ട് നിൽക്കും കേട്ടോ. നിന്നോട് വരാനാ പറഞ്ഞതെന്ന് പറയുവേ. എന്നിട്ട് നേരെ വിക്രത്തിൻ്റെ റൂമിൽ പോയിട്ട് ഇങ്ങനെ തട്ടുവേ. അപ്പം വിക്രം ഇങ്ങനെ ചോദിക്കും കേട്ടോ, ആരാന്ന് ചോദിക്കേ. ഞാനാന്ന് പറയേ. അച്ഛമ്മയൊന്നും പറഞ്ഞോട്ട് ചാടി എണീച്ചിട്ട് പോയിട്ട് വാതിൽ തുറക്കും കേട്ടോ. നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പായൊക്കെ ചുരുട്ടിയിട്ട് വേദയും മുത്തശ്ശിയും കൂടെ വന്ന് നിൽക്കുവാണേ. എന്നിട്ട് നേരെ അച്ഛമ്മ ഉള്ളിലോട്ട് അങ്ങ് കയറി പോകും കേട്ടോ. അന്നത്തേക്കിനും വേദ പുറകെ വരുവേ. അനുഭവിച്ചോളാൻ ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് നോക്കിയിട്ട് വേദ പറയുന്നുമുണ്ട്. ഇനി പറ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? അല്ലെങ്കിൽ പുതുമോടിയിൽ പുതുപ്പെണ്ണ് പോയിട്ട് തളത്തിൽ കിടക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയും, ഇവിടെ പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറയാം. എന്നാൽ നിനക്കായിരിക്കും എന്തെങ്കിലും പ്രശ്നം. നീ എന്നെങ്കിൽ നമ്മുടെ തറവാട്ടിൽ പോകുമ്പോൾ അവിടെ അടുത്തൊരു നാട്ടുവൈദ്യനുണ്ട്, ആ നാട്ടുവൈദ്യനെ നമുക്ക് കാണാമെന്ന് പറയേ. പുതുമോടിയിൽ നിൻ്റെ പ്രായത്തിലുള്ള ചെക്കൻകുട്ടികളെ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാലും നിലത്തേ വെക്കാറില്ല. കുളിച്ചതും നനച്ചതും കണ്ടതും കാണാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും പെണ്ണിനോട് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ വേദ ഇങ്ങനെ മനസ്സിൽ പറയേ, ബെസ്റ്റ് എന്ന്. എന്തിന് ഒന്നിത്തവണ ടോയ്ലറ്റിൽ പോയാൽ പോലും കൂടെ അതുപോലും കൂടെ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾ ഇന്ന് കാണാൻ പറ്റത്തില്ല. ഞാനിവിടെ വന്നതിന് ശേഷം നീ ഇവിടെ കാര്യമായിട്ട് വിളിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ശരിയല്ലേ എന്ന് ചോദിക്കേ. അന്നേരം നമ്മുടെ വിക്രം പറയുവേ, എന്തിനാ എപ്പോഴും വിളിക്കുന്നത്, ആവശ്യത്തിന് വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുവേ. ആവശ്യത്തിന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ടാവും ഇങ്ങനെ പറയേ. സമ്മതിച്ചു എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇങ്ങനെ 2 സ്ഥലത്ത് കിടന്ന് ഉറങ്ങുന്നതിന് നിൻ്റെ ന്യായം എന്താണെന്ന് ചോദിക്കുവേ. പറയടാന്ന് പറയുവേ. കല്യാണം കഴിഞ്ഞ പുതുമോടികളുടെ ഈ പ്രവണത എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതാണോ എന്നിങ്ങനെ ചോദിക്കുവേ. ഇവക്ക് വലിയ ഹോളിൽ നിലത്ത് കിടക്കുന്നതാണ് ഇഷ്ടം എന്നിങ്ങനെ വിക്രം പറയുവേ. അതുകൊണ്ട് നീ വലിയ ത്യാഗം ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ എന്നിങ്ങനെ ചോദിക്കുവേ. എന്നാൽ പിന്നെ ഈ മുറി അങ്ങ് തട്ടിപ്പൊളിച്ച് വലുതാക്കി ഇതിനകത്ത് കിടന്നാൽ പോരായിരുന്നോ? എന്താ മോളെ, വെറും നിലത്ത് ഇവിടെ കിടന്നാൽ നിനക്ക് ഉറക്കം വരത്തില്ല എന്ന് ചോദിക്കുവേ. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അച്ഛമ്മയെന്ന് പറയേ. അന്നേരത്തേക്കിനും വിക്രം പറയേ, എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറയുവേ. ഇവള് വലിയ ശബ്ദത്തിൽ കൂർക്കം വലിക്കുമെന്ന് പറയേ. ഈശ്വര, ഞാനൊന്നും കൂർക്കം വലിക്കുന്നില്ലെന്ന് അപ്പോൾ വേദയും പറയുവേ. ഈശ്വര, ഞാനോ? അപ്പോൾ വിക്രം പറയുവേ, കൂർക്കം വലിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ കൂർക്കം വലിയുടെ ശബ്ദം. ഉറങ്ങും മുന്നേ ചെവിയിൽ പഞ്ഞി വെച്ചാൽ മതി എന്ന് പറയുവേ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ രണ്ടാളും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നും പറയുവേ. അച്ഛമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്നിങ്ങനെ പറയേ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം അറിയണം, നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോടാ എന്നിങ്ങനെ ചോദിക്കുവേ. നിങ്ങളുടെ നോട്ടം കണ്ടാലറിയാം എന്തോ കള്ളത്തരം നിങ്ങൾ ഒളിക്കുന്നുണ്ടെന്ന്. പറ മോളെ,
നിങ്ങൾ സ്നേഹിച്ച് തന്നെയാണോ കല്യാണം കഴിച്ചതോ അതോ ഇവൻ നിന്നെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് തടവിന് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുവേ. അപ്പോൾ ഇക്കാലത്ത് അതിനൊക്കെ പറ്റുമോ അച്ഛമ്മ എന്നിങ്ങനെ വേദ ചോദിക്കുവേ. അപ്പോൾ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് നീ ഇതിനകത്ത് ഇവൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറയേ. ഇനിയെങ്ങാനും നീ അവിടെ വന്ന് തളർത്തി കിടക്കുന്നത് ഞാൻ കണ്ടെന്നാൽ നിങ്ങൾ രണ്ടാളും എൻ്റെ തനി സ്വരൂപം അറിയും എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടേ. വാതിലടച്ചേക്കിട്ടോ. അടച്ചേക്ക്, അല്ലെങ്കിൽ പിന്നെ ആ തള്ള കയറി വരും എന്നിങ്ങനെ വിക്രം പറയുവേ. പിന്നീട് നമ്മുടെ വേദയല്ലേ ആള് കഥകിന് പോയി കുത്തിയിട്ടിട്ട് ഇങ്ങനെ നാണത്തോടുകൂടി വിക്രത്തിനെ നോക്കുക. അപ്പം വിക്രം ഒരുമാതിരി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്താണെങ്കിലും സൂപ്പർ എപ്പിസോഡാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്